ഇത് ഒരു ഷട്ടറാണ് റോഷിനി, നമ്മളിത് കാണുമ്പോൾ അറിയാം ഇതൊരു ഷട്ടറാണ്. കടയുടെ ഷട്ടറാണ്. ആ ഷട്ടർ ഈ വിധത്തിൽ ദ്വാരം വീഴണമെങ്കിൽ എത്ര ആഘാതത്തിലായിരിക്കും ഇത് പതിച്ചിട്ടുണ്ടാവുക. ഈ വശം ഒന്ന് കാണിക്കുമോ മനു? ഈ വശം കാണിച്ചതിലൊരു കോൺക്രീറ്റ് ചുമരാണ്. ആ ചുമര് പൊളിഞ്ഞതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വിധത്തിൽ മുഴുവൻ തകർന്നു എന്നുള്ളതാണ്. ഈ ചെറിയ പട്ടണം മുഴുവൻ തകർന്നു എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഭാഗത്തെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ആ കട മുഴുവനായി തകർന്നിട്ടുണ്ട്. ഈ കട ഒരു ചെരുപ്പിൻ്റെ കടയാണ്. ആ ചെരുപ്പിൻ്റെ കട മുഴുവനായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മുകളിൽ റോഷ്നി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന എഴുത്താണ്. അത് ആ ലെറ്ററുകൾ തറയിൽ തകർന്ന് കിടക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. आपका दुकान है क्या? मेरा दुकान है ये। तो यहाँ पर लगभग रात के 4 बजे ये शेल गिरा हुआ है। ये 6:30 की सुबह को ये, तो हम तो उस वक्त अपने घरों में थे, तो ये आगे गिरा है। पूरी दुकानें जो है वो तहस नहस हुई है। किसी ने लोन निकाल के दुकान बनाया था, ज़मीन बेच के दुकान निकाला है। हाँ बिल्कुल सर जी, गरीब है सर। तो आपकी माध्यम से हम कहना चाहेंगे, इंडिया गवर्नमेंट हमें कंपनसेशन दे रहा है तो वो बेहतर है हमारे लिए। हम फिर से अपना जो रोज़गार है वो स्टैंड करना चाहते हैं। जी जी। ये दुकान का नाम क्या है? दुकान का नाम तो पिंक विश है। हाँ जी हाँ जी। ये सब टूट गया? बिल्कुल सर जी, पूरा तहस नहस आप देख सकते हो। पूरा जो है पूरा बिखरा पड़ा है। मेरा डिस्प्ले बिखरा पड़ा है, मेरे शूज़ ख़राब हुए हैं। तो नीचे से जो भी मलबा है अंदर चला गया है, शटल काट के अंदर चला गया है। जी जी जी। ഈ ഷട്ടറിനകത്താണ് ഈ ഗ്ലാസ് ഉണ്ടായിരുന്നത്. ആ ഗ്ലാസ് കൂടി അപ്പുറത്തേക്ക് വീണു എന്നുള്ളതാണ് നമ്മളിത് കാണുന്നത്. ആ രൂപത്തിൽ മുഴുവനായി ഈ ചൗക്കിബാൽ എന്ന ചെറിയ പട്ടണത്തിൽ മുഴുവനായി ഈ ഷെല്ലാക്രമണം ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ചെറിയൊരു ഷെല്ലാക്രമണമായിരുന്നില്ല. ഈ റോഡ് തന്നെ, ടാറിട്ട റോഡ് തന്നെ തകരുന്ന രൂപത്തിലേക്ക് ഈ സാഹചര്യം മാറി എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. സമീപത്തെ കാർ നമ്മൾ കണ്ടു. ഒപ്പം ഈ വശത്തു കൂടി കാണിക്കാമല്ലോ. ഈ വശത്തെ ചെറിയ വീടുകളുണ്ട്. ഈ ചെറിയ കടകൾക്ക് മുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ജനൽ ചില്ലകൾ മുഴുവൻ തകർന്നതായി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രൂപത്തിലാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ്. മുഴുവൻ തകർന്നു, അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഏതായാലും ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളായ പാവങ്ങളായ ആളുകൾ ചോദിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ്. അതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ ഷെല്ലുകൾ തുളഞ്ഞു കയറിയ ഇരുമ്പ് പാളികളിലടക്കം ഇത്രത്തോളം വലിയ ദ്വാരമുണ്ടായതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് അത് തുളച്ചു കയറിയതെന്ന്. ആലോചിച്ച് നോക്കൂ, നിയന്ത്രണ രേഖയിൽ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം അത് പാവപ്പെട്ട മനുഷ്യരുടെ നേർക്കുള്ളതാണ്. അതിൽ ഭീകരവാദികൾക്ക് നേർക്കുള്ളതല്ല. പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൽ വേദനിക്കുന്നത്. ഇത് ഇന്ത്യൻ സൈന്യം നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉറപ്പായും നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇപ്പോൾ കണ്ട ഇവിടെയുള്ള ഇപ്പോൾ ഇതിന് ഭാഗത്ത് ഈ ഷെല്ലുകൾ ഷെല്ലിൻ്റെ ചില ചീളുകൾ ഇവിടെ വീണിരുന്നു. അത് ഇന്ത്യൻ ആർമി വന്ന് അത് എടുത്തുകൊണ്ടുപോയി രാവിലെ എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സങ്കീർണമാണ് ഇവിടുത്തെ ആളുകളുടെ ജീവിതം എന്നുള്ളതാണ്. ഇതിന് 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ ഈ നിയന്ത്രണ രേഖയാണ്. പാക് അധിനിവേശ കശ്മീർ അവിടെയാണുള്ളത്. ഈ പാകിസ്ഥാൻ എല്ലാ സംഹാര താണ്ഡവം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ കയറുകയാണ്. നമ്മൾ ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു പൗരനെ ലക്ഷ്യം വെച്ചിരുന്നില്ല, പാകിസ്ഥാൻ്റെ ഒരു മിലിറ്ററി ക്യാമ്പ് ലക്ഷ്യം വെച്ചിരുന്നില്ല. നമ്മൾ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമായിരുന്നു. പക്ഷേ പാകിസ്ഥാനാകട്ടെ, പാകിസ്ഥാൻ്റെ സൈന്യം ചെയ്തു കൂട്ടുന്നത് ഈ തെമ്മാടിത്തരങ്ങളൊക്കെയാണെന്ന് പറയുന്നതിൽ നമുക്കൊരു സങ്കോചവും വേണ്ട. ആ ദൃശ്യങ്ങൾ കാണിക്കാം. ആ ചുമരിലെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എത്രത്തോളം ഇത് ബാധിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഏതായാലും പൂർണ്ണമായി തകർന്നു പോയ ഒരു ചെറിയ പട്ടണം എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മുൻവശം, കാറിൻ്റെ മുൻവശം കൂടി കാണിച്ചാൽ കാറിൻ്റെ മുൻവശമൊക്കെ തകർന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് ഇതിൻ്റെ ഒരു ചീള് ഇവിടെ വീണു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാറിൻ്റെ ഒരു ഷെല്ലിൻ്റെ ഒരു പീസ് ഈ ഭാഗത്ത് വീണിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഇത് തകർന്നത്. ആ രൂപത്തിൽ മുഴുവൻ ഗ്ലാസുകളും അതിൻ്റെ ആഘാതത്തിൽ തകർന്നു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അകത്തേക്ക് നിൽക്കുക. ആ രൂപത്തിൽ ഏതായാലും മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ, അതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ നഷ്ടമായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്നത്. റോഷ്നി, അതിൽ അവിടുത്തെ പ്രദേശവാസികളോടക്കം സംസാരിക്കുമ്പോൾ അവർ എത്രത്തോളം ഭീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ മുന്നിലുള്ള ഇനിയുള്ള വഴി അതെന്താണെന്നാണ് അവർ കരുതുന്നത്.
അവർക്ക് നീതി വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആ രൂപത്തിൽ ഇവർക്ക് നീതി കിട്ടണം. അവരുടെ എല്ലാ സാധനങ്ങളും നശിച്ചുപോയി, എല്ലാം നശിച്ചുപോയി, അവരുടെ ജീവിതം തന്നെ നശിച്ചുപോയി. ये सब कुछ टूट गया, आपका ज़िंदगी भी टूट गया. बेशक सर जी, ऐसा है कि मतलब मैंने पूरी कमाई करके लोन निकाला था, जैसे कि जो गारंटर ज़मीन बेच के हमने लोन निकाला है, तो वो करके ज़मीन गिरवी रख के हमने लोन निकाला है. तो ऐसा है कि मतलब अब तो गवर्नमेंट में भी कंपनसेशन दे या नहीं दे, उसमें भी टेंशन में है हम. ഈ രൂപത്തിലാണ് അവർക്ക് വലിയ ലോണൊക്കെ എടുത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളാണ് ഈ വിധത്തിൽ തകർന്നു പോയതെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കനത്ത മഴയാണ്, അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടി ഉണ്ട്. റോഷ്നി, ശരി. ആദിൽ പാലോടാണ് തത്സമയ വിവരങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൗക്കി ബാലിൽ നിന്നാണ് ആദിൽ ചേർന്നത്.